നമസ്കാരം. താഴെ തട്ടിലിറങ്ങി പ്രവർത്തിച്ചില്ല എങ്കിൽ കർശനമായ നടപടി നേരിടേണ്ടി വരും എന്ന് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം. അമിത്ഷായും മോദിയും അടങ്ങുന്ന കേന്ദ്ര നേതൃത്വം പലപ്പോഴും നേതാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാറുണ്ട്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന യോഗങ്ങളിലൊക്കെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്തെന്നാൽ ബൂത്ത് തലം മുതൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം എന്ന് തന്നെയാണ്. ഈ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നതിന് പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ബി.ജെ.പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മറ്റും വരാനിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷം വിശ്രമത്തിലേക്ക് പോകണ്ട, മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിലുള്ള നേതാക്കൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ചുമതലകൾ നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ പലപ്പോഴും വിദേശത്ത് വിശ്രമത്തിന് പോകുന്ന കാര്യം നമ്മൾ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിൽ വിദേശത്ത് വിശ്രമത്തിന് പോയിട്ടുള്ളവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതൊക്കെ കാണാൻ സാധിക്കും. തമിഴകത്ത് ഉദയനിധി സ്റ്റാലിനും കുടുംബവും അടക്കം വിദേശത്ത് സമയം ചെലവിടുന്നതിന്റെ ഫോട്ടോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് മറ്റ് പാർട്ടിയിലുള്ള നേതാക്കൾ. പക്ഷേ കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ അങ്ങനെയല്ല. അവർക്ക് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശവും അതല്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ കൂടി ഭാഗമാകേണ്ടതുണ്ട് എന്ന കർശനമായ നിർദ്ദേശം കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള ബി.ജെ.പിയുടെ നേതാക്കൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റാലികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതല അടക്കം കെ സുരേന്ദ്രനുണ്ട് താനും. ഇനി നമ്മുടെ സഹമന്ത്രിയായ വി മുരളീധരൻ ആവട്ടെ യു.പിയിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ വഹിക്കുന്നുണ്ട്. കേരളത്തിലടക്കം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും മുൻകൂട്ടി തന്നെ പ്രവർത്തനം തുടങ്ങണമെന്നുള്ള നിർദ്ദേശം മോദി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം പലപ്പോഴും പ്രൊഫഷണൽ രാഷ്ട്രീയ പാർട്ടി എന്നാണ് ബി.ജെ.പിയെ പ്രതിപക്ഷ പാർട്ടികൾ പോലും വിശേഷിപ്പിക്കാറുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫലം വന്നതിന് ശേഷമല്ല അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ബി.ജെ.പി ആരംഭിക്കുന്നത്. മറിച്ച് ആ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം പിറ്റേ ദിവസം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കാറുണ്ട്. മോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശവും അതുതന്നെയായിരുന്നു. നിങ്ങൾ ഒരിക്കലും വിശ്രമത്തിലേക്ക് പോകരുത്. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഫലം ഉണ്ടാകാൻ പോകുന്നത്, അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് ബി.ജെ.പിയുടെ മുഴുവൻ സമയ പ്രവർത്തകർക്ക് മോദി നൽകിയിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന രീതി, അവരുടെ നേതാക്കൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി മാതൃകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.